ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂട്. വോട്ടെടുപ്പ് ആരംഭിച്ചു. മത്സരരംഗത്ത് 699 സ്ഥാനാർത്ഥികൾ. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാ മനോഭാവം സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിലെ ജയിലുകളുടെ അപര്യാപ്തതകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് ഉന്നതതല സമിതി രൂപീകരിക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രയാഗ്രാജിൽ മഹാകുംഭമേള സന്ദർശിക്കും. ലിബിയയിൽ കുടുങ്ങിക്കിടക്കുന്ന 18 ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ നടപടി സ്വീകരിച്ചതായി ഇന്ത്യൻ എംബസി. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളം 7ാം സ്ഥാനത്ത്. ഹർഷിത ജയറാമിന് 3ാം സ്വർണം. വാർത്തകൾ വിശദമായി. ഡൽഹി നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6-ന് അവസാനിക്കും. 1,56,00,000-ലധികം വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 70 അംഗ നിയമസഭയിലേക്ക് 699 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി അതിഷി, മന്ത്രി ഗോപാൽ റായ്, ബിജെപി നേതാക്കളായ വിജേന്ദ്ര ഗുപ്ത, പ്രവേശ് വർമ്മ, കോൺഗ്രസിന്റെ സന്ദീപ് ദീക്ഷിത്, ഹാരൂൺ യൂസഫ് തുടങ്ങിയവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഇന്ന് വൈകുന്നേരം 6:30 വരെ എക്സിറ്റ് പോളുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. 12 ലക്ഷം രൂപ വരെ ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചത് ഇടത്തരക്കാരുടെ സാമ്പത്തിക ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. बीते 10 साल में इनकम टैक्स को कम करके भी हमने मिडिल क्लास की बचत को बढ़ाने का काम किया है. 2013-14 में 2 लाख रुपए पर इनकम टैक्स माफी थी और आज 12 लाख रुपए इनकम टैक्स से मुक्ति. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി പിരിഞ്ഞ ലോക്സഭ ഇനി നാളെ സമ്മേളിക്കും. രാജ്യസഭയിലും ഇന്നലെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ച നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലൂടെ രാജ്യം വികസന പാതയിലാണെന്ന് ബിജെപി എം പി ബൻസിലാൽ ഗുർജർ പറഞ്ഞു. പല സർക്കാർ പദ്ധതികളും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുന്നതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിലക്കയറ്റം, രൂപയുടെ മൂല്യത്തകർച്ച എന്നിവയിൽ കോൺഗ്രസ് എം പി രേണുക ചൌധരി ആശങ്ക രേഖപ്പെടുത്തി. തൊഴിൽ, യുവജനങ്ങൾക്കുള്ള അവസരം എന്നിവയെപ്പറ്റി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകശ്മീരിൽ നിന്ന് ഭീകരതയെ തുടച്ചു നീക്കാൻ കൂട്ടായ പ്രവർത്തനം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഭീകരപ്രവർത്തനം, കടന്നുകയറ്റം, ഭീകര സംഘടനകളിലെ യുവജനങ്ങളുടെ പ്രവർത്തനം എന്നിവ കുറയുന്നതിൽ സുരക്ഷാ സേനയെ ശ്രീ ഷാ അഭിനന്ദിച്ചു. ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാകുംഭമേള സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ പ്രയാഗ്രാജിലെത്തുന്ന അദ്ദേഹം ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തും. പ്രത്യേക പൂജകളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഈ മാസം 26-ന് ശിവരാത്രി ദിവസം വരെയാണ് മഹാകുംഭമേള. ലിബിയയിലെ ബെൻഗാസി നഗരത്തിൽ ആഴ്ചകളായി കുടുങ്ങിക്കിടന്ന 18 ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ നടപടി സ്വീകരിച്ചതായി ഇന്ത്യൻ എംബസി. ഇവർ ഇന്ന് തിരിച്ചെത്തുമെന്ന് ലിബിയയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തൊഴിലാവശ്യങ്ങൾക്കായി ലിബിയയിലെത്തിയവരാണ് ഇവരെന്നും പ്രാദേശിക അധികൃതരുടെ സഹായത്തോടെയാണ് എംബസിക്ക് ഇവരെ സഹായിക്കാനായതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. വിദേശത്തുള്ള ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യൻ കുടിയേറ്റക്കാരെയും കൊണ്ടുള്ള US സൈനിക വിമാനം ടെക്സസിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുകയും അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ഡൽഹിയിലെ US എംബസി വക്താവ് അറിയിച്ചു. എന്നാൽ എത്ര പേരാണ് വിമാനത്തിലുള്ളതെന്ന് വ്യക്തമല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 3 ദിവസത്തെ പണനയ യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിക്കും. പലിശ നിരക്ക് സംബന്ധിച്ച
MPCയുടെ തീരുമാനങ്ങൾ വെള്ളിയാഴ്ച RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പുതുതായി നിയമിതനായ RBI ഗവർണറുടെ അധ്യക്ഷതയിൽ ചേരുന്ന ആദ്യ യോഗമാണിത്. നിലവിൽ 2023 ഫെബ്രുവരി മുതൽ ബാങ്ക് റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ 6.5% നിലനിർത്തിയിട്ടുണ്ട്. യോഗം വെള്ളിയാഴ്ച വരെ തുടരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉത്തരാഖണ്ഡിൽ പുരോഗമിക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് കേരളം. ഇന്നലെ നടന്ന നീന്തൽ മത്സരത്തിൽ ഹർഷിത ജയറാം 3ാം സ്വർണം കരസ്ഥമാക്കി. വനിതകളുടെ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിലാണ് ഹർഷിതയുടെ 3ാം സ്വർണ്ണ നേട്ടം. വനിതകളുടെ വാട്ടർ പോളോയിലും കേരളത്തിന് സ്വർണം. പുരുഷന്മാരുടെ വാട്ടർ പോളോയിൽ പശ്ചിമ ബംഗാളിനെ പരാജയപ്പെടുത്തി കേരളം വെങ്കല മെഡൽ സ്വന്തമാക്കി. ബാസ്കറ്റ് ബോൾ 3x3 പുരുഷ വനിതാ വിഭാഗങ്ങളിലും കേരളം വെള്ളി മെഡലുകൾ സ്വന്തമാക്കി. മെഡൽ പട്ടികയിൽ കർണാടക 1ാം സ്ഥാനത്തും സർവീസസ് 2ാം സ്ഥാനത്തും മഹാരാഷ്ട്ര 3ാം സ്ഥാനത്തുമാണ്. 8 സ്വർണം ഉൾപ്പെടെ 20 മെഡലുകളുമായി പട്ടികയിൽ 7ാമതാണ് കേരളം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. 3 മത്സര പരമ്പരയിൽ ടീമിനെ രോഹിത് ശർമ്മ നയിക്കും. കഴിഞ്ഞ T20 പരമ്പരയിൽ 14 വിക്കറ്റ് വീഴ്ത്തി പരമ്പരയിലെ താരമായ വരുൺ ചക്രവർത്തിയെ ടീമിൽ ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന 2.0 പ്രകാരം നടത്തുന്ന നീർത്തട വികസന പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന തണ്ണീർത്തട യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ജലസംരക്ഷണത്തെക്കുറിച്ചും മണ്ണിന്റെ നശീകരണത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്താൻ യാത്രയിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. തണ്ണീർത്തട വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ നടത്തുന്ന സർക്കാർ പദ്ധതികളെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. इस यात्रा का उद्देश्य जल के संरक्षण के लिए और मिट्टी के क्षरण को रोकने के लिए जन जागरण पैदा करना है. मेरा सभी नागरिकों से अनुरोध है, इसलिए वाटरशेड यात्रा से जुड़ें और संकल्प लें कि हम जल भी बचाएंगे, हम मिट्टी भी बचाएंगे और इसका मतलब ये है कि हम हमारा भी और आने वाली पीढ़ियों का कल भी बचाएंगे. ഡോഗ്രി ഭാഷാ വിഭാഗത്തിലെ 2024 സാഹിത്യ അക്കാദമി പുരസ്കാരം ചമൻ അറോറയ്ക്ക്. ഇക് ഹോർ അശ്വത്ഥാമ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ഡോഗ്രി ഭാഷയിലെ പ്രശസ്ത സാഹിത്യകാരനായിരുന്ന ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം നൽകുന്നത്. സംസ്ഥാനത്ത് ജയിലുകൾ സന്ദർശിച്ച് അപര്യാപ്തതകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് ഉന്നതതല സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ജയിൽ മേധാവി എന്നിവരടങ്ങിയ സമിതിയാണ് രൂപീകരിക്കുക. സമിതി 3 മാസത്തിനകം നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ജയിലുകളിലെ തടവുകാരുടെ ബാഹുല്യം കുറയ്ക്കാനുള്ള സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ചേർന്ന ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ 4ാം ദിനമായ ഇന്ന് ശ്രീ വിദ്യാധിരാജ നഗറിൽ നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത കൃതിയായ ശ്രീനാരായണ സ്മൃതിയുടെ മലയാള പരിഭാഷയുടെയും വേദജ്യോതി ഭാഷ്യത്തിന്റെയും പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും. കൺവെൻഷനുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി, ചെറുകോൽ, അയിരൂർ ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. ഗസയെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായുള്ള വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുദ്ധത്തിൽ തകർന്ന പ്രദേശം പുനർനിർമ്മിക്കുമെന്നും തൊഴിലവസരം ലഭ്യമാക്കുമെന്നും ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂട്. വോട്ടെടുപ്പ് ആരംഭിച്ചു. മത്സരരംഗത്ത് 699 സ്ഥാനാർത്ഥികൾ. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാ മനോഭാവം സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിലെ ജയിലുകളുടെ അപര്യാപ്തതകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് ഉന്നതതല സമിതി രൂപീകരിക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രയാഗ്രാജിൽ മഹാകുംഭമേള സന്ദർശിക്കും. ലിബിയയിൽ കുടുങ്ങിക്കിടക്കുന്ന 18 ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ നടപടി സ്വീകരിച്ചതായി ഇന്ത്യൻ എംബസി. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളം 7ാം സ്ഥാനത്ത്. ഹർഷിത ജയറാമിന് 3ാം സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.